जानकी जीवनस्मरणं എല്ലാവരും നിവർന്നിരിക്കുക, നട്ടലിൽ ഇരിക്കണം, ശാരീരിക്കരുത്, ഇരിക്കരുത്, മുന്നോട്ട് തൂങ്ങിയിരിക്കരുത്. കാലുകളിലും ചേർന്നിരിക്കുന്നവരെ നിലത്ത് പതിച്ചു വെച്ചുകൊണ്ട് നിവർന്ന് ഇരിക്കും. കഴിയുന്നത് നട്ടല് ഒഴിച്ചുകൊണ്ട് ഓങ്കാരം ചൊല്ലുന്ന സമയത്ത് ഓങ്കാരം ചൊല്ലുന്നത് അതായത് പ്രാണശക്തി വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ മനസ്സുകൊണ്ട് ഭാഷയെ കുറിച്ച് കഴിയുമ്പോൾ തിരിഞ്ഞ് നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാം. അല്ലെങ്കിൽ നമ്മൾ വെറും ആചാരങ്ങളിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രമായി ഹിന്ദുക്കൾ ആചരിച്ച സ്ഥലമാണ് ഭൂമി. 5-ാം നൂറ്റാണ്ട് സൂര്യവർമ്മരാജാവ് ആരംഭിച്ച അല്ലെങ്കിൽ തുടക്കം കുറിച്ച സംസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ വിഷ്ണു ടെമ്പിളെന്ന് ഭൂമിയാണ് എന്ന് പറയുന്നത്. ഏറെക്കുറെ 500ഓളം ഹെക്ടർ സ്ഥലത്ത് കിടക്കുന്ന ഭാരതത്തിൻ്റെ
വൈദ്യുതി. പക്ഷെ 11-ാം നൂറ്റാണ്ടിൽ നശിപ്പിക്കപ്പെട്ടു. കാരണം ആചാരത്തിൽ വിചാരം, ആചാരങ്ങളൊക്കെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് വന്നു പോകുക. 2000 വർഷമാണ് നമുക്ക് ശിവലിംഗവും ആരാധനഘട്ടത്തിൽ. പക്ഷെ അതിന് മുമ്പ് ഭാരത സംസ്കാരം. പക്ഷെ ഇന്ന് ആളുകളുടെ ഒരു തെറ്റായ ധാരണ ഈ ശിവലിംഗത്തിൽ കൊണ്ടുപോയി കുറെ പാലും ഒഴിക്കുന്നതാണ് ശിവലിംഗ ഭക്തി. അത് നമ്മുടെ ഭക്തി കാണിക്കാനുള്ള നമ്മുടെ ഒരു വേദി മാത്രം, ഉപാധി. കല്യാണത്തിൽ നിന്ന് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒക്കെ വീടിന്റെ ഹൗസ് വാമിങ്ങിന് സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ്, ആ ഗിഫ്റ്റ് നിങ്ങളുടെ എൻ്റെ മനസ്സിൻ്റെ ഒരു പ്രസന്റേഷൻ. ഇതുപോലെയാണ് ആചാരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയുടെ പ്രസന്റേഷൻ. പക്ഷേ ഭക്തിയേക്കാളുള്ള പ്രസന്റേഷൻ നീ വൃന്ദാവനത്തിൽ മിനിമം ഒരു 200-300 ക്വിൻ്റൽ കണക്കെടുക്കുക, അല്ലെങ്കിൽ ലിറ്റർ കണക്കെടുക്കുക. എപ്പോഴും നല്ല ഒരു 50,000 കിലോമീറ്റർ കലർന്നില്ല പാലിന് ശരിക്കും പോകുന്നു. ഭാരതത്തിൽ നിന്നൊരു ഇന്ന് കേരളത്തിൽ നിയമക്കര സപ്ലൈകൾക്കും ഭാരത കേരളത്തിൽ പോവുകയും ശരിക്കും കുറച്ച് രണ്ട് തന്നെ. ഒരു വശത്ത് പാവങ്ങളൊക്കെ കഷ്ടപ്പെടുന്നു, ഒരു വശത്ത് ഇങ്ങനെയുള്ള കുറേ അന്ധത നിൽക്കുന്നത്. അത് മാറ്റിക്കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നിരന്തരം പ്രയത്നം ചെയ്യും. അപ്പോഴേ ഈ അന്ധത, എന്നാൽ കുറച്ചൊക്കെ ആചാരമായ ഒരു വിചാരമായ ആചാരം വിചാരം തമ്മിലുള്ള ഒരു കണക്ഷൻ. ആചാരങ്ങൾ വിചാരങ്ങൾക്കനുസൃതമായി അത് അമിതമാണ്. അത് ശിവലിംഗത്തിൻ്റെ കൂടുതൽ നമ്മളോട് ചോദിച്ച് ശിവലിംഗങ്ങളാവാം. ഇന്ന് വരെ ശിവലിംഗങ്ങളായിരുന്നു. പ്രത്യേകിച്ച് തണുപ്പിൽ വെള്ളം ഒഴിച്ചാൽ ഇല്ലേ, അതൊക്കെ നമ്മൾ ലേശം വിവരമുള്ളവർ. അപ്പോൾ ശിവം എന്ന് പറഞ്ഞാൽ മംഗളം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ജാതാലിംഗ നിമിഷം 100 നിമിഷം അതിൽ എഴുതി വെച്ചിരിക്കുന്ന മന്ത്രയാണ് ശിവം ആത്മനി ശിവന്റെ പ്രതിമയൊക്കെ ഒരു യോഗിയെക്കൊണ്ട. പിന്നെ ഇതിനായി പ്രതിമ വെച്ചത് ഈ വിഗ്രഹം അജ്ഞാന ഭാവനാത്മായ പ്രതിമ പരിഹരിക്കുക. ഉപനിഷത്തിലെ പദം അജ്ഞാന ഭാവനാത്മായ പ്രതിമ പരിഹരിക്കുക. അജ്ഞാനികൾക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടി ഒരു ഉപാധി മാത്രമാണ് ഈ ശിവലിംഗത്തിന് ഉപനിഷത്തിലെ പദം. ഞാൻ പറഞ്ഞു ഇതുപോലെ വീണ്ടും ആ ഉപനിഷത്തിൽ പറയുന്നത് ഉള്ളിൽ ശിവനുണ്ടായിരുന്നു. ആ ശിവനെ പുറത്തന്വേഷിച്ചിരിക്കുന്ന ആളുകൾ ഹൃദിസ്ഥം ശിവം, ഉള്ളിലിരിക്കുന്ന ശിവനെ വിട്ടിട്ട് ആളുകൾ ശിവനെ പുറത്തന്വേഷിക്കുന്നത് കയ്യിൽ ചോറുള്ള ടൈപ്പും വിശപ്പടക്കാൻ കൈകൊണ്ട് നോക്കി നോക്കുന്നത്. അതൊക്കെ പറ്റിയത് എനിക്കറിയില്ല. പക്ഷേ എങ്ങനെയാണ് രാവിലെ കൈമുട്ടിലേക്ക്. പക്ഷെ അങ്ങനെയുള്ള ആരും നമുക്ക് അവതരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നമുക്ക് പോകുന്നു. അപ്പം എന്താണ് ശിവ? പാലാഴി നേരം നമുക്ക് ശാപം കിട്ടി. ദുർവാസാദത്തിൽ പാലാഴി വെള്ളം ചെയ്ത് അമൃതെടുത്ത് കുടിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. അമൃതകരയ്ക്ക് വേണ്ടി ഒരു വശത്ത് ദേവന്മാരും ഒരു വശത്ത് അസുരനും മന്ദരവർണ്ണത്തെ കെട്ടുകൊടുക്കാൻ വാസുകി കയറാൻ ഒരു വശം.
ഇതിൽ നിന്ന് ആദ്യം ഇളകി വന്ന സാധനമാണ് കാളകൂടവൃക്ഷം അഥവാ ഹാരവൃക്ഷം. ഇത് ഭൂമിയിൽ വീണാൽ ഭൂമി നശിച്ചു. അപ്പൊ ഇതാര് സ്വീകരിക്കുന്ന ചോദ്യം നോക്കുമ്പോൾ ധൈര്യമുള്ള ഒരാളുണ്ടായി. ഇത് ഞങ്ങൾക്ക് വേണ്ട. നമ്മുടെ കേരളത്തിലെ കോവിഡ് സമയത്തുള്ള രാജ്യങ്ങൾ പറയുന്നത് കോവിഡ് ജനങ്ങൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ടി വി ചാനലിൽ പറയും പുറത്തുനിന്ന് വന്ന ആളുടെ ആളുകൾക്ക് NRIസിന് ഇത്ര ബെഡ് കിട്ടിയിട്ടില്ല, ഇത്ര സൗകര്യം. അവർ ശരിക്കും പുറപ്പെടാൻ തന്നെ മുന്നോട്ട് വരാനാണ് അവർ ശരിക്കും വരാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ കോടതി വ്യവസ്ഥയിൽ ഉറക്കുണ്ടായിരുന്നു. ആളുകളോട് ശരി വരാൻ ഒരിക്കലും കിട്ടാനില്ല. ഇവിടെ കാളകൂട വിഷയം ആര് സ്വീകരിക്കും? അവസാനം പരമശിവൻ സ്വീകരിക്കണ്ടേ. ശിവൻ കാളകൂട വിഷയത്തെ 2 കൈകളിലും നീട്ടി എടുത്ത് അപക്ഷേപ ഭഗവാൻ കാളകൂട വിഷയം സ്വീകരിച്ചു. പിന്നെ മലയാളികൾ പുതിയ എഴുത്തത്തിൻ്റെ ഒരു കഥ കേട്ടത് പാർവതി ദേവി ഇത് സുഹൃത്തി പോവാതിരിക്കാൻ കഴുത്തിൽ കയറി കഴിച്ചു. പിന്നെ ഒരു വായനൊക്കെയുള്ള കഥ. എന്നാൽ മൂലഭാഗത്തിൽ ഇങ്ങനെ കഴുത്തിൽ നടന്നുകൊണ്ടില്ല. ഇന്നത്തെ കാലത്ത് കഴുത്തിൽ നിൽക്കുന്നതാണ്. പിന്നെ തിരിച്ചാൽ ഭഗവാൻ ശിവൻ സർവഭൂതങ്ങളോടും ദയയുള്ള ഭഗവാൻ തന്റെ യോഗസിദ്ധികൊണ്ട് ശക്തികൊണ്ട് ആലാഹന വിഷത്തെ ഭഗവാൻ കഴുത്തിൽ ഭഗവാന്റെ കടുത്ത നീല നഖമായി അങ്ങനെ ഭഗവാനെ നീലകണ്ഠിക്കുന്നു. ആ ദിവസം ദൂതകൾ പുറപ്പെടുന്ന ഒരു ദിവസമായിട്ടാണ് പിൽക്കാലത്ത് ഭാരതത്തിൽ ശിവരാത്രി എന്നൊരു ആഘോഷം രൂപപ്പെട്ടു. ശിവൻ കാളകൂട വിഷയം സ്വീകരിച്ച ദിവസം ഭൂതഗണങ്ങളെല്ലാം പുറപ്പെടുന്ന് അദ്ദേഹത്തിന് വേണ്ടി ജപിച്ചിരുന്ന ദിവസമാണ് ഇത് ശിവരാത്രി. അങ്ങനെയാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഈ കഥയ്ക്ക് അർത്ഥം, അതായത് മനുഷ്യൻ നേരിടുന്ന ആരാധന വിഷയം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന ഒന്നാണ്. നമ്മളെ സ്വാധീനിക്കുന്ന മായ, നമ്മുടെ ദൗർബല്യങ്ങളെയാണ് മായ. ഇങ്ങനെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചില സാമ്പത്തിക പ്രശ്നങ്ങൾ, ചിലർക്ക് മാനസിക പ്രശ്നങ്ങളില്ലാത്തവരായി ആയിരിക്കും. ഈ പ്രശ്നങ്ങളിൽ സ്റ്റക്കായിരിക്കും. എന്തോ
ഇറങ്ങാൻ പരിപാടിക്ക് ഇതിന് വരാൻ റെഡിയാക്കി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? चल ये बोला भैया कहाँ हो? उसमें मत बच्ची हो गया ठीक है 12 शिवपूजा ഒരു ഇതോടെ വെച്ചാൽ ശൈലീശ വിട്ടാൽ മതി, ശൈലീശ വിട്ടാൽ മതി. ആ എടുക്കുന്നത് മൊത്തം ഒഴിക്കാതെ കുറച്ച് കുറച്ച് എല്ലാവരും ഒഴിക്കും. അത്രയും ഒഴിക്കാതെ ശാല ഒഴിച്ചാൽ മതി. ഇല്ലടാ Sadaşiv
ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ Shivaya, 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 Shivaya,